ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ഗോവിന്ദ് കിടക്കുകയായിരുന്നു അല്ലേ. എന്നിട്ട് അവൻ എണീറ്റിരുന്ന് ആലോചിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഗീതു എന്നോടൊന്നും മറക്കുന്നില്ല. ഇനി അവൾ വിചാരിക്കണ പോലെ അവൾക്ക് വല്ല സൈക്കോളജിക് ഡിസോർഡർ ആയിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്ന സമയത്താണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത്. അവൻ വൈകിട്ട് ഗസ്റ്റ് ഹൗസിൽ നടന്നത് എന്താണെന്ന് നോക്കിയില്ലല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. എന്നിട്ട് വേഗം എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ രാധികാമ്മയും വരുണും ഭാസ്കരനും അനാർക്കലിയൊക്കെ സംസാരിക്കുന്നത് കാണുന്നത്. എന്നിട്ട് ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കുടുംബത്തിൻ്റെ നിത്യശത്രുവിൻ്റെ കൂടെയാണല്ലോ ഈ രാധികാമ്മയും വരുണും ഇരിക്കുന്നത്. അവരൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക്. ഇവരെയാണല്ലോ ഞാൻ അമ്മയെന്ന് വിളിച്ചത് എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഗോവിന്ദ് മാർഗഴിയെ കാണുന്നത്. മാർഗഴിയെ കണ്ടപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതു ഇനി ഇവരുടെ കൂടെ പങ്കാളിയാണോ? എന്നിട്ട് ഗോവിന്ദ് ബാൽക്കണിയിൽ നിന്ന് പോയി ആലോചിക്കുമ്പോൾ ഗോവിന്ദ് മനസ്സിലാവുന്നുണ്ട് ആ വേഷവും ഇതൊന്നും ഗീതുവിൻ്റെ അല്ല. അപ്പോൾ ഇത് ഗീതു ആവാൻ ചാൻസ് ഇല്ല. ഇനി ഗീതുവിനെ പോലെ വേറെ ആരെങ്കിലും ശത്രുക്കൾ കണ്ടുപിടിച്ചതായിരിക്കുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വെൽവിഷറായ മാർഗഴി അവനെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ അവന് ഓർമ്മ വരുന്നത്. നിൻ്റെ തൻ്റെയും ധിക്കാരിയുമായ ഭാര്യയാണ് നിന്നെ കൊല്ലുക എന്നാണ് അവർ വരുത്തി തീർക്കുക എന്നൊക്കെ പറയുന്നത് അവനപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ മരിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ആ കുറ്റം ഗീതുവിൻ്റെ മേലിലാണല്ലോ വരിക, അതെങ്ങനെയും തടയണം എന്നൊക്കെ ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയാണ്. മാർഗഴി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലോ നമ്മുടെ രാധികാമ്മയും വരുണും വരുന്നുണ്ട്. രാധികാമ്മ വന്നിട്ട് മാർഗഴി വിളിക്കുന്നുണ്ട്, മോളേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം മാർഗഴി പറയുന്നുണ്ട്, ആ വന്നോ അമ്മായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, മോൾ എന്നെ അമ്മായിന്നോ കുഞ്ഞമ്മേന്നോ അമ്മൂമ്മേന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഇതാ മോളുടെ ഏട്ടൻ കൊരങ്ങനേട്ടാന്ന് നീട്ടി വിളിച്ചേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വരും പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും മാർഗഴി മോൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ, മാർഗഴി മോൾ നല്ല കുസൃതിയാണ്, അതുപോലെ വിളിച്ച് കളയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ വരുണോട് പറയുന്നുണ്ട്, നീ പോടാ ഞാൻ പറയും, കാരണം ഇവള് വെറും മാർഗഴിയല്ല, ഇവള് ഗോൾഡ് മാർഗഴി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വട്ടായോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഇല്ലില്ല ഇത് വട്ടല്ല, നിൻ്റെ ആക്ടിങ്ങിനുള്ള നിൻ്റെ അഭിനന്ദനാണ് മോളെ എന്ന് പറയുന്നുണ്ട്. അറക്കൽ കുടുംബത്തിൻ്റെ ചരിത്രത്തിൽ നിൻ്റെ പേര് തങ്കലിപികൾ കൊണ്ട് എഴുതും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ട് മാർഗഴിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് വരും വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഗീതുവിന് വട്ടായി, വിചിത്രമായി പെരുമാറുന്നുണ്ട് അവൾ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട മാർഗഴിക്ക് നല്ല വിഷമം വരികയാണ്. അയ്യോ ഞാൻ കാരണമാണല്ലോ ഗീതുവിന് അങ്ങനെയൊക്കെ കേൾക്കുന്നത്, ഞാൻ കാരണമാണല്ലോ ഗീതുവിന് അവളൊരു പ്രാന്തിയെ പോലെ തോന്നുന്നത്, അവൾക്ക് ഡുവൽ പേഴ്സണാലിറ്റി ഒക്കെ ഞാൻ കാരണമാണല്ലോ തോന്നുന്നത്, അങ്ങനെയൊക്കെ തോന്നുന്നത് അവൾക്ക് കുറ്റബോധം വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വരും പറയുന്നത്, അവളിപ്പോൾ ഒരു നാഗവല്ലി കയറിയ പോലെയാണ് അവൾക്ക് തോന്നുന്നത് എന്നൊക്കെ ആ നാഗവല്ലി നീയാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, ഞാനല്ല നാഗവല്ലി, ഈ നിൽക്കുന്നത് നിൻ്റെ തള്ളയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നത്, നീ എന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ തള്ളേന്ന് മാത്രം വിളിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴിയാണെങ്കിലും എന്നാൽ ഞാൻ ഇനിയും വിളിക്കും, തള്ളേ എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിലും രാധികാമ്മ മാർഗഴി തല്ലാൻ വേണ്ടി കൈ പോക്കുന്ന സമയത്ത് മാർഗഴിയാണെങ്കിലും രാധികാമ്മയെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വരുണ്ണി അടിച്ചു വീഴ്ത്തുന്നുണ്ട്. വരും പറയുന്നത്, നീ എൻ്റെ അമ്മയെ തല്ലോ എന്ന് ചോദിക്കുക വരുന്ന വരുണ്ണി അവൾ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അനാർക്കലി അങ്ങോട്ടേക്ക് വരുന്നത്. അനാർക്കലി പറയുന്നുണ്ട്, വരുൺ വേണ്ട, അവളെ ഒന്നും ചെയ്യരുത്, അവൾ മർമ്മം പ്രയോഗിച്ച് കളയും, നമുക്കത് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. രാധികയ്ക്ക് എന്തായാലും നല്ല പണി കിട്ടിയിട്ടുണ്ട്, ഇനി ഈ നിൽപ്പ് അവൾ വിചാരിക്കാതെ മാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ ആൻറ്റിക്ക് അറിയണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട്, ഇതെനിക്ക് പണ്ടേ കിട്ടിയിട്ടുള്ളതാണ് ഇവളുടെ എന്ന്, അപ്പോൾ എനിക്ക് അറിയാം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ വേദന മാറണമെന്നുണ്ടെങ്കിൽ 4-5 ദിവസം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനാർക്കലി. അപ്പോൾ വരുൺ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റി, അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ ആ മാർഗഴി പറയുന്നുണ്ട്, കുറച്ച് നേരം അങ്ങനെ തന്നെ നിൽക്കട്ടെ, എന്നാലേ അഹങ്കാരമൊക്കെ ഒന്ന് കുറയൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വരുണോട് ചോദിക്കുന്നുണ്ട്, പറയടാ ആരാ നാഗവല്ലി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട്, എന്താ സംശയം, അമ്മ തന്നെ നാഗവല്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, അല്ലല്ല ഇപ്പോഴത്തെ നാഗവല്ലി നമ്മുടെ അനാർക്കലി അമ്മായിയാണ്, നീ രാമനാഥൻ, അപ്പോൾ തുടങ്ങിക്കോ, രണ്ടുപേരും തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും ചോദിക്കുന്നുണ്ട്, എന്ത് തുടങ്ങാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട്, തോം തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുണ് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇക്കിപ്പോൾ ഇവിടെ ഡാൻസ് കളിച്ച് കാണിക്കണം എന്ന് മാർഗഴി പറയുന്നുണ്ട്. അപ്പോൾ വരും നോക്കുന്നുണ്ട് മാർഗഴിയെ, അല്ലെങ്കിൽ നിനക്കും നിൻ്റെ അമ്മ നിൽക്കുന്നത് പോലെ നിൽക്കാം എന്ന് പറയുന്നുണ്ട്.
വരുണാണെങ്കിലോ അയ്യോ വേണ്ടേ ഞാൻ ഡാൻസ് കളിച്ചോളാമേ എന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രസത്തിൽ വരും കളിക്കുന്നുണ്ട്. മാർഗഴിയാണെങ്കിലോ ഇതൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ട്. പിന്നെയാണെങ്കിലോ നമ്മുടെ പവിഴത്തിന് തിരഞ്ഞ അജാസ് പോകുന്നുണ്ട്. അജാസ് ഒരാളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ആ ഒരാൾ പോയി വിളിക്കുന്നുണ്ട്, പവിഴക്ക നിങ്ങളെ കാണാൻ പട്ടണത്തിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഒന്ന് വന്നേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പവിഴം പറയുന്നുണ്ട് എന്താ ആരാ പോലീസാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസൊന്നുമല്ല, ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണ്, എനിക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് ചികിത്സയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് മോളാണ്, മോൾ ഇവിടെ ഇല്ല, നിങ്ങൾ പൊക്കോ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് മാർഗഴി വിളിക്ക് പവിഴക്ക, മാർഗഴി വന്ന ആരെയും ചികിത്സ കിട്ടാതെ മടക്കി വിടില്ല, പവിഴക്ക വിളിച്ചാൽ മാർഗഴി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് ചികിത്സയോ ഒരു 5 പൈസ കിട്ടാത്ത ചികിത്സ ഞാനും മോളിനും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട ആൾ ചികിത്സ കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാൻ റെഡിയാണ്, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷിച്ച പവിഴം പറയുന്നുണ്ട് പൈസ റെഡിയാണോ എന്നാൽ ചികിത്സയും റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അജാസിനോട് ഉള്ളിലോട്ട് കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാമ്യ വൈദ്യനെ എങ്ങനെ പരിചയം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആൾക്ക് അവരെ മുൻ പരിചയമുണ്ട്, അങ്ങനെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു മാറാരോഗമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പവിഴത്തിന് മനസ്സിലാവുന്നുണ്ട് ഇവരാണ് എന്നെ നേരത്തെ ഫോണിൽ വിളിച്ചത് എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരാണോ എന്നെ നേരത്തെ ഫോണിൽ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്തേ ചോദിക്കുന്നുണ്ട് അജാസ്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് അയ്യോ എന്നാൽ എനിക്ക് കാശൊന്നും വേണ്ട, ഇവരോട് കാശിൻ്റെ കാര്യം സംസാരിച്ചതിന് എന്നെ മാർഗഴി നല്ല ചീത്ത പറഞ്ഞു, അതോടെ എനിക്ക് കാശൊന്നും വേണ്ട. അപ്പോൾ ചികിത്സയോ ചോദിക്കുന്നുണ്ട് അജാസ്. അപ്പോൾ ചികിത്സയ്ക്ക് മാർഗഴി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് പേഷ്യൻറ്റിനെ കാണാതെ എങ്ങനെയാണ് അവർക്കുള്ള മരുന്നും കാര്യങ്ങളും തീരുമാനിക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല, എന്തായാലും മാർഗഴി ഇങ്ങനെ പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് നിങ്ങളുടെ മകളെ ഒന്ന് കാണണം, എവിടെയാണെന്നൊന്ന് ചോദിക്കുന്നുണ്ട് അജാസ്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് അവൾ പട്ടണത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് ഏത് പട്ടണത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലോ പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ പവിഴം പറയുന്നുണ്ട് അവൾ പട്ടണത്തിൽ വലിയൊരു ആശുപത്രിയിൽ ഡോക്ടറാണ്, ഡോക്ടർ മാർഗഴി BA MA BCom എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലോ അജാസിന് ആകെ സംശയം തോന്നുകയാണ്. എന്നിട്ട് പവിഴം ഫോൺ എടുക്കാനാന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാർക്കലിയാണ്. അനാർക്കലി പറയുന്നുണ്ട് മാർഗഴിയോട് നീ കാണിക്കുന്നത് ദൈവം നിന്നെ ശിക്ഷിക്കും മാർഗഴി, നീ ഇത്രയ്ക്ക് ക്രൂരയാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഇവർ ഗോവിന്ദ് സാറിനോടും ഗീതുവിനോടും ചെയ്യുന്നതിന് എന്നോട് മാരിയമ്മൻ ഇവർക്ക് പണി കൊടുക്കാൻ പറയുന്നതാണ്, ആ പണിയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിലെനിക്ക് ഒരു വിഷമവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് മാർഗഴിയുടെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. അന്ന് ഞാനൊരു ചികിത്സയെക്കുറിച്ച് മോളയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ മാർഗഴിക്ക് പേടിയാവുകയാണ്, അയ്യോ ഗോവിന്ദ് സാർ എങ്ങാനും ആണോ എന്ന് ആലോചിച്ച് പേടിയാവുന്നുണ്ട്. എന്നിട്ട് അജാസിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അജാസ് സംസാരിക്കുന്നുണ്ട് എൻ്റെ പേര് അജാസാണ്, വെങ്കടേശൻ അങ്കിൾ പറഞ്ഞു വിട്ട് വന്നതാണ്, ആളുടെ മോൾക്കൊരു മാറാവ്യാധിയാണ്, അതിനുള്ള മരുന്ന് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് സ്വാമിയച്ഛ എഴുതി വെച്ച പ്രകാരം അസുഖം മരുന്ന് കഴിച്ച് ഭേദമാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മരുന്ന് കഴിച്ച് നമ്മുടെ ആയുസ് കൂട്ടാനേ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് ആ കുട്ടി ഇപ്പോൾ പ്രഗ്നൻ്റാണ്, ഈ അസുഖത്തിന് പ്രഗ്നൻസി പാടില്ല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്, അത്രയും റിസ്ക്കാണ് ജീവനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഈ ഡോക്ടർ എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ, നമുക്ക് നോക്കാം, ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്യാം, നമുക്ക് നോക്കാം, മാരിയമ്മ രക്ഷിച്ചാൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും രഞ്ജുവിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ പേഷ്യൻറ്റിനെ ഒന്ന് കാണണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, കാഴ്ചയിലൊക്കെ എന്തിരിക്കുന്നു, മരുന്ന് റെഡിയാകുമ്പോൾ ഞാൻ അവിടെ എത്തിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് ചോദിക്കുന്നുണ്ട് എവിടെ, അതിന് നിങ്ങൾക്ക് വീട് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഇല്ല, നിങ്ങൾ നമ്പർ കൊടുത്ത് പോയിക്കോളൂ, മരുന്ന് റെഡിയാകുമ്പോൾ അമ്മ വിളിക്കും, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് എടുത്തുകൊണ്ട് പോവാലോ എന്ന് പറയുന്നുണ്ട്. ആ ശരി മാഡം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട് അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ കൊടുത്തിട്ട് പറയുന്നുണ്ട്, മാർഗഴി പറയുന്നുണ്ട് വന്നിരിക്കുന്നത് വലിയൊരാളാണ്, അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ട് അവർ നല്ല രീതിക്ക് സൽക്കരിക്കൂ, അമ്മ മോടെ ഇറക്കരുത് എന്ന് പറയുന്നുണ്ട് അമ്മയോട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് ആ ഇല്ല മോളെ ഞാൻ നല്ല രീതിക്ക് സൽക്കരിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വരുൺ ഓടി വന്ന് നമ്മുടെ മാർഗഴിയോട് പറയുന്നുണ്ട് അമ്മയുടെ അഹങ്കാരമൊക്കെ തീർന്നു മാർഗഴി, നീ ഒന്ന് അമ്മയെ രക്ഷിക്കേ എന്ന് പറയുന്നുണ്ട്. പാവല്ല എൻ്റെ അമ്മയൊന്ന് റിലീസ് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി ചോദിക്കുന്നുണ്ട് റിലീസ് ചെയ്യാൻ ഇവരെന്താ വല്ല സിനിമയാണോ എന്ന് ചോദിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട് നീ ഇങ്ങനെ ചളി അടിച്ച് നിൽക്കാതെ വന്നൊന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കും മാർഗഴി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ചളിയാണല്ലേ, എന്നാൽ രാധിക കുറച്ചു നേരം കൂടി അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരും പറയുന്നുണ്ട് മാർഗഴി നീ പറഞ്ഞത് സ്റ്റാൻഡേർഡ് കോമഡി ആണെന്ന് വേണമെങ്കിൽ പറയാം, നീ ഒന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു മൂഡില്ല, പോയി ഒരു ചായ ഇട്ടുകൊണ്ട് വാ, അപ്പോൾ എന്നിട്ട് അത് കുടിച്ചിട്ട് മൂഡ് വരുമെന്ന് നോക്കാം, എന്നിട്ട് നിൻ്റെ അമ്മയെ രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിഴത്തിനെ അജാസിനെയാണ്. പവിഴം പറയുന്നുണ്ട് സാറ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ പോട്ടെ, കുറേ ദൂരം പോകാനുള്ളതല്ലേ, ഞാൻ പോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സാറിനെ മാന്യമായി സൽക്കരിക്കണം എന്നാണ് മാർഗഴി പറഞ്ഞിട്ടുള്ളത്, അതുപോലെ എനിക്ക് ചെയ്യണം, സാറ് വരൂ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് ചായ വേണമെങ്കിൽ കുടിക്കാം, പക്ഷേ ഞാൻ ഇവിടെ ഇരുന്ന് കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പവിഴം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, സാറ് ഉള്ളിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് അജാസിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉള്ളിലോട്ട് പോയ അജാസ് ആണെങ്കിലോ നമ്മുടെ പവിഴത്തിൻ്റെയും മാർഗഴിയുടെയും ഫോട്ടോ കാണുകയാണ്, അവർ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട്. അപ്പോൾ അജാസ് ആകെ ആലോചിക്കുന്നുണ്ട് ഇത് ഗീതു ആണോ, വേഷം കണ്ടിട്ട് ഗീതുവിനെ പോലെ തോന്നുന്നില്ലല്ലോ, കലോത്സവത്തിന് ഏതോ നാടോടി നൃത്തം കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന ഫോട്ടോ പോലെ തോന്നുന്നുണ്ട്, ഇനി പവിഴം വല്ല ഡാൻസ് മാസ്റ്ററോ ആയിരിക്കുമോ എന്ന് പറയുന്നുണ്ട് മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനോദിനെയാണ്. വിനോദ് രേഷ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗീതു ആണെങ്കിൽ അവർ പറയുന്നത് കൊളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ രേഷ്മ ചോദിക്കുന്നുണ്ട് പ്രിയ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയ അവിടെ അടുക്കളയിലാണ്, രേഖേശ്വരുടെ കൂടെ എന്തോ പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ ഞങ്ങൾ തമ്മിൽ മാറിക്കഴിഞ്ഞ് താമസിച്ച് കഴിഞ്ഞാൽ എല്ലാ പണികളും അവൾ തന്നെ ചെയ്യണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേഷ്മ ചോദിക്കുന്നുണ്ട് മാറി താമസിക്കുന്നത് സുഖമായി ജീവിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് പറയുന്നുണ്ട് അല്ല, മാറി താമസിക്കുന്നത് അവളെ കഷ്ടപ്പെടുത്താൻ തന്നെയാണ്, ഇവിടെ നിന്ന് മാറിയാൽ ചേച്ചിയുടെ കൺട്രോൾ കുറയുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് മാറി താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഗീതു ചോദിക്കുന്നുണ്ട് വിനോദിനോട് നീ ഞങ്ങളുടെ പിന്നെയും പറ്റിക്കായിരുന്നല്ലേ, നീ കളവ് പറയായിരുന്നല്ലേ, നീ ആ റിലേഷൻ ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ, നീ പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും മറന്ന് വേറൊരു പെണ്ണിൻ്റെ പിന്നാലെ പോകുന്ന നിനക്ക് എങ്ങനെ തോന്നി എന്ന് ചോദിച്ചാൽ അവൻ്റെ കഴുത്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും പ്രിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ഗീതു ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗീതു നോക്കുന്നുണ്ട് ആരാ എന്ന്. എന്നിട്ട് പ്രിയ പറയുന്നുണ്ട് ഞാൻ കണ്ടു ചേച്ചി, ചേച്ചിയുടെ ഉള്ളിലിരിക്കണ വേറൊരു ഗീതു ചേച്ചി ഞാൻ കണ്ടു, ഡുവൽ പേഴ്സണാലിറ്റി ആയത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗീതു പറയുന്നത് മണ്ണാൻ കട്ടയാണ്, നീ കുറച്ച് നേരം പുറത്ത് പോയിരിക്കേ, എനിക്ക് ഇവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് തനിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിനോദാണെങ്കിലോ വേഗം ഓടി ചെന്നിട്ട് പ്രിയയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. പ്രിയ എന്നെ രക്ഷിക്ക്, പ്രിയ ഈ പുലിമടയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് പ്രിയയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയ പറയുന്നുണ്ട് ചേച്ചി വിനോദ് പാവല്ലേ, അവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. ചേച്ചിയുടെ ഉള്ളിൽ ഡുവൽ പേഴ്സണാലിറ്റി പുറത്തു വന്നാൻ വേണ്ടിയിട്ട് ചേച്ചി പറയാൻ വേണ്ടി പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേച്ചി വിനോദിനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട് ഇവൻ കാരണമാണ് ഞാനല്ലാണ്ടാവുന്നത്, ഇവൻ്റെ സ്വഭാവം കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിനോദിനെ നോക്കിയിട്ട്. അതൊക്കെ ശരിയായിരിക്കാം, ചേച്ചി പണ്ട് ഉപദ്രവിച്ചതിൻ്റെ പാണ്ട് ഇപ്പോഴും വിനോദിൻ്റെ മേത്തുനിന്ന് പോയിട്ടില്ല, അതൊന്ന് മാറട്ടെ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.